കഥാവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ആദ്യത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശിഷ്യാലെ പ്രിയ ബീന സഹോദരിയെയും പ്രിയ ബെന്നി സഹോദരനെയും കാണുവാനിടയായിലെ ദൈവത്തെ വളരെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സഭയായി നിങ്ങൾക്ക് വേണ്ടി പല ദിവസങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. ചിലർക്ക് ഒന്ന് കാണാൻ സാധിച്ചില്ലെങ്കിലും എല്ലാവരും പ്രാർത്ഥനയിൽ ഓർത്ത് സഹോദരി വരുന്നു അതിന് തന്നെ വളരെ സന്തോഷം. ദൈവം ഇത്രത്തോളം വഴി നടത്തിയ സൗഖ്യം വന്ന് കൃപയ്ക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബിജു ഫാമിലി അമൃത എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു കമ്പനി ജോലി ചെയ്യുന്നു. പ്രിയാമൃതയെ കാണുവാനിടയായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പ്രിയ ഹൂസ്റ്റിന് വന്ന പ്രിയ സഹോദരൻ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വൈകാറായ സമയം നമുക്കറിയാം. ഇവിടെ താങ്ക്സ് ഗിവിങ് ലോകം മുഴുവൻ കൊണ്ടാടുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവം നമ്മളെ കഴിഞ്ഞൊരു വർഷം പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയോർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റുകൾ ദൈവസേനയിൽ നമുക്ക് ടാലൻറ്റ് ഷോ ചെയ്യുവാനുള്ള ഒരവസരമാണ്. ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് വളരെ എന്നെ സന്തോഷിപ്പിച്ച ഒരു വേദഭാഗം മാത്രം ഒന്ന് വായിച്ചിട്ട് നമുക്ക് നമ്മുടെ അടുത്ത പ്രോഗ്രാമിലേക്ക് തുടങ്ങാം. 100-ാം സങ്കീർത്തനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പെടുകയും സന്തോഷത്തോടെ യഹോവയെ സേവിക്കുകയും സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരികയും യഹോവ തന്നെ ദൈവം എന്നറിയുകയും അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു. അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരികയും അവനെ സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുകയും യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായിരിക്കുന്നു. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ള കാര്യം. എന്നാൽ ഇതിൽ എന്നെ സന്തോഷിപ്പിച്ച വാക്യം എന്ന് പറയുന്നത് 3-ാമത്തെ വാക്യമാണ്. യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവർ ആകുന്നു. ലോകം പറയുന്നു മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ച് മനുഷ്യനായി തീർന്നാണ്, പരിണമിച്ച് മനുഷ്യനായി തീർന്നാണ് ലോകം പറയുമ്പോൾ ദൈവവചനം പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്ന ഈ വേദപുസ്തകം പറയുന്നു, യഹോവയാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന്. യഹോവയാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മളെ ഇപ്പം നമുക്കറിയാം, നമ്മളെ ഇവിടെയിരിക്കുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാരും ഇവിടെയിരിക്കുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രത്യേക സ്നേഹം നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്കുണ്ട്, ഇല്ലേ? കാരണം അവർ നമ്മുടെ രക്തത്തിൽ നിന്ന് രക്തവും മാംസത്തിൽ നിന്ന് മാംസവുമായി അവർ ജനിച്ചതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒരു പ്രത്യേക സ്നേഹം നമുക്കുണ്ടാകും. എന്നതുപോലെ ദൈവം നമ്മെ സൃഷ്ടിച്ചെങ്കിൽ ആ ദൈവത്തിൽ നമ്മളോടുള്ള സ്നേഹം എന്തിനു വേണ്ടി വലുതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറമാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, തിരിച്ച് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും വായ്പാൻ ഇടയാകും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് മുഴുവൻ സകല ഉപവാസികളുമായവരെ യഹോവയ്ക്ക് ആർപ്പെടുകയും, ദൈവം നമ്മളെ ഉണ്ടാക്കി, ദൈവം നമ്മളെ വഴി നടത്തുന്നു, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമുക്കെല്ലാം തരുന്നു. ആ ദൈവത്തെ ആർപ്പിട്ട് സ്തുതിപ്പാനാണ്. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരികയും. അപ്പം ദൈവത്തെ പാടുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ എഴുന്നേറ്റ് സാക്ഷി പറയുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ പറയുന്നത് പാട്ടെല്ലാം നമ്മുടെ അനുഗ്രഹങ്ങളാണ് പറയുന്നത്. ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത് ഒട്ടും മോശം സംഗതിയല്ല. എല്ലാവരും ഇന്ന് പാടാൻ പോവുകയാണ്, എല്ലാവരും ഇന്ന് ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്, പാടി ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അടുത്ത ചില സമയങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേർതിരിക്കുകയാണ്. ഞാനൊരു